അഭിഷേകമന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ യാക്കോബിനെ വധിക്കുവാൻ ഇടവന്ന ഒരു സംഭവത്തെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 12:1 മുതൽ ആ കാലത്താണ് ഹെരോദാവ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ പീഡിപ്പിച്ച് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നുകളഞ്ഞു. യഹൂദന്മാർക്ക് വലിയ പ്രസാദമുണ്ടായി എന്ന് തോന്നി ഹെരോദാവ് രാജാവ് അപ്പസ്തോല പ്രമുഖനായ പത്രോസിനെ വിളിച്ചു. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി പിടിച്ച ആ ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം പത്രോസിനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് തടവിലാക്കി. 4 പേരുള്ള 4 സെറ്റ് ആളുകളെ കാവൽ നിർത്തി 16 പേരെ. ഇവിടെയാ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണാൻ കഴിയുന്നത്. യാക്കോബിനെ കണ്ടപാടെ യാക്കോബിനെ ശിരച്ഛേദനം ചെയ്തെങ്കിൽ പത്രോസിനെ പിടിക്കാൻ വേണ്ടി പിടിച്ചപ്പോ ദൈവം പത്രോസിനെ പരിപാലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം അന്ന് പിടിക്കുവാൻ ഇടവന്നതുകൊണ്ട് തടവറയിലാക്കി. എന്നാൽ ദൈവം ചെയ്ത പ്രവൃത്തി കാണണം പ്രിയമുള്ളവരെ. നമ്മെ പിടിച്ച് തടവറയുടെ അകത്ത് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി ദൈവം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടെന്ന്. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി തയ്യാറായ പത്രോസിനെ കൊന്നാലും പത്രോസ് ദൈവത്തിന് നന്ദി പറഞ്ഞ് തൻ്റെ ജീവനെ കർത്താവിനെ ഏൽപ്പിച്ചത്. എന്നാൽ പത്രോസിൻ്റെ ജീവിതം കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കേണ്ടതിന് തടവറയുടെ അകത്ത്, ഇത്രയും വലിയ കാവലിന്റെ അകത്ത് 2 കൈകളും കാലുകളും ചങ്ങലയിലിട്ട പത്രോസിനെ സഭയുടെ ഉണർന്നുള്ളൊരു പ്രാർത്ഥന, അതാ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടേ. ഒരാളെ പിടിച്ച് തടവറയിലിട്ടു. തടവറ പല വിധത്തിൽ കാണാം. ഭവനത്തിൽ സാമ്പത്തികപരമായി, കുടുംബപരമായി, രോഗപരമായ, സമാധാനമില്ലാത്ത അവസ്ഥയുള്ള തടവറാനുഭവം ഉണ്ടാകാം. എന്നാൽ ഓർക്കണം, സഭയുടെ നമ്മുടെയൊക്കെ കൂട്ടായ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതുപോലെ ബന്ധനത്തിൽ കഴിയുന്ന ഭവനത്തെയും ഭവനത്തിലുള്ളവരെയും വിടുവിച്ച് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദൈവം ഇടയാക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുപോലെ പ്രശ്നമുള്ള ഭവനം നിങ്ങളുടെ അടുക്കലുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ആ കുടുംബത്തിന് വലിയ വിടുതലായിരിക്കും. സാമ്പത്തിക ഭാരപ്പെട്ട് വിഷമിച്ച് എല്ലാവരാലും തള്ളപ്പെട്ട് നാണം കെട്ട് ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ ഇനി ജീവിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ച് നിൽക്കുന്നതിന്റെ നടുവിൽ പ്രിയമുള്ളവരെ, കർത്താവ് ചങ്ങല അഴിച്ച് ബന്ധനമഴിച്ച് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കാൻ വരാതിരിക്കുമോ? അനുഗ്രഹിക്കുന്നവന്റെ കരം നമ്മുടെ മേൽ വെച്ചതുകൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസം നമുക്ക് ദൈവം ഒരുക്കി തന്നെങ്കിൽ ഈ ദിവസത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞും പ്രാർത്ഥിച്ചു സകല വിഷയത്തിനുമേൽ വിജയം തരുന്നവന്റെ മധ്യേ അവന്റെ സാന്നിധ്യം അനുഭവിച്ച് അവന്റെ കൃപയെ പ്രാപിച്ച് എനിക്കും ഇന്ന്
കർത്താവിനോട് കൂടെയിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് എല്ലാ വിഷയങ്ങളും കർത്താവ് ഏറ്റെടുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.